നമ്മളെ വീഡിയോന്റെ അടിയിൽ ഒരുപാട് പേര് ഏത് SIP ആണ് ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? നോക്കൂ, നമ്മൾ SIPയിലോ മ്യൂച്വൽ ഫണ്ടിലോ സ്വന്തമായി ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചേരും, പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ടോ 20 വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ ചിലപ്പോൾ ഒരു 10% റിട്ടേൺസേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് വെച്ചാൽ നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെ സമീപിക്കുക, നല്ലൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനോ കമ്പനീനോ സെലക്ട് ചെയ്യുക, എന്നിട്ട് അവരുടെ സഹായത്തോടു കൂടി ചെയ്യുക. അതാകുമ്പം എന്നിട്ട് എൻഷുർ ചെയ്യുക എല്ലാ 6 മാസം കൂടുമ്പോഴും നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്തിരിക്കണം. റിവ്യൂ ചെയ്തിട്ട് അതിന് നെസസറി ആയ മാറ്റങ്ങൾ വരുത്തണം. അതിൻ്റെ വ്യക്തമായ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ 5 വർഷത്തിലും 10 വർഷത്തിലാണ് ടെക്നോളജി മാറുക. ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ ടെക്നോളജി മാറുന്നുണ്ട്. അപ്പോൾ പല ഇൻഡസ്ട്രിയും ഇല്ലാതാകും, പല ഇൻഡസ്ട്രിയും പുതുതായി ഉയർന്നു വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ അലൈൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഒരു 15 to 20% പ്രോഫിറ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു 6 മാസം കൂടുമ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ എന്നിട്ട് ആ ഫണ്ടുകൾ മാറ്റുകയും സ്വാപ്പ് ചെയ്യുകയും അങ്ങനെയാണ് യഥാർത്ഥ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ ഈ നിങ്ങളുടെ കമ്പനിയോ ആളുകളോ നിങ്ങളെ വിളിക്കണമെന്നില്ല. നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ചെയ്യിപ്പിക്കാം. അത് നമ്മുടെ ഒരു നെസസറിയാണ്. യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ വിളിച്ച് ചെയ്യണമെന്നാണ്. പക്ഷേ അവർ മറന്നു പോയാലും നിങ്ങൾ മറക്കരുത്, കാരണം നിങ്ങളുടെ പൈസയാണ്.